ഞായറാഴ്ച തോറുമുള്ള പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും സസ്നേഹം സ്വാഗതം അർപ്പിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ അല്പം ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഇപ്പോഴത്തെ സാഹചര്യത്തോട് അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രസക്തമായ ചിന്തകൾ ഏവരുമായി പങ്കിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. അവിടെ യേശു പറയുന്നു, ഞാൻ സമാധാനം സ്ഥാപിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാനൊരു വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവനയെ പല വിധത്തിൽ തെറ്റിദ്ധരിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ടതിനും ആളുകൾ നന്നേ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി ഒരു വ്യക്തത പ്രാപിപ്പാനും അത് പ്രദാനം ചെയ്യുവാനും ഉള്ള കടമയുണ്ട് എന്ന ധാരണയിലാണ് ഞാൻ ഈ ചിന്തകളെ അവരുമായി പങ്കെടുത്തത്. അതിനോടനുബന്ധമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കഴിയുന്നത്രയും നിങ്ങളിലുള്ള കൃപയുടെ വലിപ്പം അനുസരിച്ച് എല്ലാവരോടും സമാധാനമായി ഇരിപ്പീൻ, സമാധാനത്തിലിരിപ്പീൻ. Be at peace with all people in so far as it lies in you എന്നാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. അവയെല്ലാം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിന്തയെ ഏതാണ്ട് അല്പം ഒന്ന് നയിക്കുന്നതിന് വേണ്ടി ഈ 2 വാക്യങ്ങൾ, അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യവും റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യവും ഇത് മനസ്സിൽ കുറിച്ചുകൊണ്ടാണ് നമ്മുടെ ധ്യാനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നത്. ഒരു പക്ഷേ ഇതിനോട് അനുബന്ധമായി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം, അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ താല്പര്യമുള്ള, അതിൽ പ്രത്യേകിച്ച് യുദ്ധത്തെപ്പറ്റി ചിന്തിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും ഉച്ചരിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ അനേക സെമിനാറുകളിൽ, അതായത് മതപരമല്ലാത്ത സെമിനാറുകൾ, സെക്യുലർ സെമിനാറുകളിൽ ഈ വാക്യം നന്നേ ഉച്ചരിക്കപ്പെട്ട് കേട്ടിട്ടുണ്ട്. വാൾ ഉറയിലിടുവിൻ, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. Put down the sword, he who takes the sword shall fall by it or shall perish by it. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ തികച്ചും യേശു സമാധാനത്തിന് വേണ്ടി തന്നെയാണ് നിലകൊണ്ടത്. ലോകമറിയുന്ന വാളിൽ യേശു വിശ്വസിച്ചിരുന്നില്ല. ആ വാൾ പ്രയോഗിക്കുന്നതിനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ അവസ്ഥയിൽ യേശു തികച്ചും ഉപേക്ഷിച്ചു, തള്ളിപ്പറഞ്ഞു, മുച്ചൂടും ഉപേക്ഷിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് സഹായിക്കത്തക്കവണ്ണം ചരിത്രപരമായ ഒരു ചെറിയ പശ്ചാത്തലം ഒരുക്കുന്നത് ഉചിതമാകയാൽ ഞാൻ അതിന് അല്പം വളരെ ഹ്രസ്വമായി ശ്രമിക്കട്ടെ. നാം ആദിമസഭയുടെ ചരിത്രം, അതിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ നോക്കിയാൽ അതിൽ ഈ വിഷയത്തെപ്പറ്റി യാതൊരു ചിന്താക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് അക്രമത്തിൻ്റെ വഴി ഒരു കാലത്തും അനുയോജ്യമല്ലായിരുന്നു എന്ന തിരിച്ചറിവ് ആദിമസഭയുടെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടായിരുന്നു. അവിടെ വിശ്വാസ പ്രമാണത്തിലെ ഒരംശമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അക്രമത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച് എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് തേടുവാൻ സഭ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇതിനൊരു വ്യത്യാസം വരുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായ ശേഷം അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം ക്രിസ്തുമതത്തിന് ഏതാണ്ട് റോമൻ സാമ്രാജ്യത്തിൽ
ഒരു ഔദ്യോഗിക മതത്തിൻ്റെ സ്ഥാനം ലഭിക്കുന്ന സാഹചര്യം തൊട്ടാണ് നാം പ്രത്യേകം മനസ്സിൽ കുറിക്കേണ്ട ഒരു ചരിത്ര സത്യമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, യേശുവിൻ്റെ ദർശനത്തോട് ആദിമസഭ കൂറുപാലിച്ചിരുന്നുവെങ്കിൽ ക്രിസ്തുമതം അധികാരത്തിൻ്റെ ഇരിപ്പിടമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി പരിവർത്തിക്കപ്പെട്ടപ്പോൾ ഈ അടിസ്ഥാനപരമായ ഉപദേശത്തെ പാടെ ഉപേക്ഷിച്ച് കളയുകയും അതിനുശേഷം ചില സാഹചര്യങ്ങളിലൊക്കെ അക്രമം അല്ലെങ്കിൽ വയലൻസ് ഉപയോഗിക്കുന്നത് ആത്മീയമായി സാധൂകരിക്കാമെന്ന ചിന്ത മെല്ലെ മെല്ലെ കടന്നു വരുന്നതാണ് നാം കാണുന്നത്. എന്നാൽ ഇതിൽ ഒരുപക്ഷെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, റോമൻ സാമ്രാജ്യത്തിൽ കോൺസ്റ്റന്റ് ചക്രവർത്തിക്ക് മുൻപുണ്ടായിരുന്ന റോമൻ രാജാക്കന്മാർ, സീസേഴ്സ്, അവർ ക്രിസ്തീയ സഭയെ അല്ലെങ്കിൽ വിശ്വാസികളെ പീഡിപ്പിച്ചിരുന്നതായി നാം കാണും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തു മതവിശ്വാസികൾ, യേശുവിനെ അനുഗമിക്കുന്നവർ, അവർ അന്നെടുത്തിരുന്ന നിലപാട്, കട്ടായം എടുത്തിരുന്ന നിലപാട്, ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല, യുദ്ധത്തെ ഒരു വിധത്തിലും തുണയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അത് അന്ന് നിലവിലിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ആ രാജ്യത്തോടുള്ള കൂറില്ലായ്മയുടെ അടയാളമായി മാത്രമാണ് കണ്ടത്. അങ്ങനെ മാത്രമേ കാണുവാൻ ഇടയാകുമായിരുന്നുള്ളൂ. കാരണം അന്ന് രാഷ്ട്രീയവും പൊളിറ്റിക്സും ഇന്നത്തെ പോലെ ഒന്ന് തന്നെയാണ്. റോമൻ സാമ്രാജ്യത്തെ നിലനിർത്തുന്ന ദൈവങ്ങളെ അവിടെ വസിക്കുന്ന പൗരന്മാർ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ സാമ്രാജ്യം തന്നെ തകർന്നു പോകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ മധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ദൈവങ്ങൾ കൽപ്പിക്കുന്ന ഈ യുദ്ധമില്ലേ, അതിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു, ഞങ്ങൾ യുദ്ധത്തിൻ്റെ വഴിയെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ കാലത്ത് യുദ്ധങ്ങൾ ഒട്ടുമുക്കാലും എന്താണ് 100% തന്നെ ദൈവങ്ങൾ തമ്മിലുള്ളതും ദൈവങ്ങൾക്ക് വേണ്ടിയുള്ളതുമായ യുദ്ധമായിരുന്നു. എല്ലാ യുദ്ധങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും 2 ദൈവങ്ങളുടെ യുദ്ധമാണ് ഞാൻ കൂടുതലായി പ്രതിപാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ വസിക്കുന്ന ആളുകൾ ആ സാമ്രാജ്യത്തെ നിലനിർത്തുന്ന ദൈവങ്ങൾ ഇച്ഛിക്കുന്ന യുദ്ധത്തിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് രാജ്യത്തോട് കൂറില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റോമൻ ചക്രവർത്തിമാർ ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചത്. അത് ആ കാലത്തെ കാഴ്ചപ്പാടനുസരിച്ച് മനസ്സിലാക്കാൻ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ സംഭവിച്ചത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ സംഭവിച്ചതിൽ ആശ്ചര്യത്തിന് വകയില്ല എന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആദിമസഭ, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആകുന്നത് വരെ യേശുവിൻ്റെ മാർഗത്തോട് കൂറുപിടിച്ച് നിന്നുകൊണ്ട് ഒരു വിധത്തിലും തങ്ങൾ അക്രമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുകയില്ല എന്ന് കട്ടായം വിശ്വസിച്ചപ്പോൾ, പ്രവർത്തിച്ചപ്പോൾ, നിലപാടെടുത്തപ്പോൾ അതിനുവേണ്ടി അവർ പീഡനം അനുഭവിച്ചു എന്നിരിക്കെ അതിനുശേഷം, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആയ ശേഷം സഭ രാഷ്ട്രീയമായ അധികാരം രുചിച്ചറിയാൻ തുടങ്ങിയ നാൾ മുതൽ അക്രമത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന ചിന്തയിലേക്ക് മാറി വരുന്നത് നാം കാണുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ചിന്തകളിലുണ്ട്. അതിനുശേഷം സെയിൻറ്റ് തോമസ് അക്വൈനാസിൽ വരുമ്പോഴും ഒക്കെ ഇത് നമുക്ക് വളരെയധികം കാണാവുന്നതാണ്. ഇതൊരു വലിയ ചരിത്രം തന്നെയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇനി നമുക്ക് അല്പം കൂടെ മുൻപോട്ട് കഴിയുമ്പോൾ സഭ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, അക്രമത്തെ ഏതു തോതിലും ഉപയോഗിക്കാം എന്ന ചിന്ത വരികയും രാഷ്ട്രീയമായ അധികാരം കൈയാളുന്നതാണ് സഭയ്ക്ക് ഏറ്റവും അഭികാമ്യമായ ലക്ഷ്യമെന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി, മിലിറ്ററി പവറായി പേപ്പസി ഉയർന്നു. ഇതൊക്കെ ചരിത്രമാണ്. ഏതാണ്ട് 1000 വർഷത്തോളം ഒരു വലിയ ചക്രവർത്തിയേക്കാൾ അപ്പുറത്തായിട്ടാണ് പോപ്പ് സ്ഥിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏത് അക്രമവും ചെയ്യാൻ
പോപ്പിന് അധികാരമുണ്ടായിരുന്നു. പോപ്പ് പ്രഖ്യാപിക്കുന്ന ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അക്രമം ചെയ്യുന്നത് നല്ലത് എന്ന് മാത്രമല്ല അത് കടമയാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലം. അങ്ങനെയാണ് കുരിശുയുദ്ധങ്ങൾ ഉണ്ടായത്. ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. പിന്നെ 16-ാം നൂറ്റാണ്ടിലൊക്കെ നാം വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന ആളുകളെ പീഡിപ്പിക്കുന്നത്, അതിനേത് ക്രൂരമാർഗവും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് സ്പാനിഷ് ഇൻക്വിസിഷൻ പോലെയുള്ള അതിക്രൂരമായ സംരംഭങ്ങൾ ഉടലെടുക്കുന്നത്. അത് മാത്രമല്ല, ഇക്കാലത്ത് വേദപുസ്തകം മൂലഭാഷകളിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ എരിച്ചു കൊല്ലുക, പീഡിപ്പിക്കുക, അങ്ങനെ സഹിച്ച ആളുകളാണ് ടിൻഡയിലും വിക്ലിഫും ഒക്കെ. അങ്ങനെ അനേക ആളുകളുടെ രക്തം ഒഴുക്കിയിട്ടാണ് പല ആളുകൾക്കും വേദപുസ്തകം വായിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കാതലായ ഒരു വലിയ വ്യത്യാസം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ കാതലായ പഠിപ്പീരുകളെ മുച്ചൂടും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഭ വരുന്നതാണ് നാം കാണുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിയോജിക്കുന്ന ചിന്തകരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നിങ്ങൾ ടോൾസ്റ്റോയെ പറ്റി പഠിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്ന പുസ്തകത്തിലും വാട്ട് ഐ ബിലീവ് എന്ന പുസ്തകത്തിലുമുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൈന്യത്തിൽ ചേരാനോ യുദ്ധത്തിൽ പങ്കെടുക്കുവാനോ സാധ്യമല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ജഡ്ജിയായി പോലും ജോലി ചെയ്യാൻ സാധ്യമല്ല. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരുടെ നാമത്തിലും പ്ലഡ്ജ് എടുക്കരുത്. ഡു നോട്ട് സ്വെയർ ബൈ മൈ നെയിം. നിയമം അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇത് തിരിച്ചറിഞ്ഞ ആളുകൾ അനേകമാണ്. ക്രിസ്തീയ വിശ്വാസം അതിൻ്റെ കാതലായ ഭാഗങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ക്രിസ്തു സഭയായി ഈ ലോകത്തിൽ ഒരു വലിയ ശക്തിയായി പ്രവർത്തിക്കത്തക്കവണ്ണം രൂപാന്തരപ്പെടുകയുള്ളൂ എന്നത് ചരിത്രപരമായ സത്യമാണ്. നാം തിരിച്ചു എന്തുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഇനിയും ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ കഴിഞ്ഞ ഒരു 30-40 വർഷമായി സംഘപരിവാറിൻ്റെ വിവിധമായ സാഹിത്യങ്ങൾ, ലിറ്ററേച്ചർ പഠിക്കുകയും അവരുടെ ചിന്താഗതികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചില ആളുകളോടൊക്കെ സഹകരിച്ച് അവരുടെ നിലപാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ സംഘപരിവാറിൻ്റെ ലിറ്ററേച്ചറുകൾ ഞാൻ പരിശോധിച്ച് വന്ന കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച ഒരു ലഘുരേഖ, ഒരു ട്രാക്റ്റ് ഉണ്ട്. അത് ഇതിനെപ്പറ്റിയാണ്. അതിൽ പ്രതിപാദിക്കുന്നത്, യേശു ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വാളുകൊണ്ടാണ്, വാളയക്കാനായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അപകടകാരികളാണ്, അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം. ഇത് സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ആഴത്തിൽ തറച്ചു നിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഈ തെറ്റിദ്ധാരണയെ ഒന്ന് തിരുത്തി എഴുതുവാൻ ക്രിസ്തീയ വിശ്വാസികൾ ഭാരതത്തിൻ്റെ മണ്ണിൽ ശ്രമിച്ചിട്ടുള്ള കാരണം, അത് ആധികാരികമായി നിർവഹിക്കാനുള്ള ആത്മീകമായ സ്റ്റാച്ചർ, അധികാരം അല്ലെങ്കിൽ ആധികാരികത ക്രിസ്ത്യാനികൾക്കില്ലാതെ പോയി, പ്രത്യേകിച്ച് ഉന്നത തലത്തിലിരിക്കുന്ന ആൾക്കില്ലാതെ പോയി എന്ന് മാത്രവുമല്ല, ഇന്ന് സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ യാതൊരു അർഹതയും നമുക്കില്ല എന്നൊരവസ്ഥയിലേക്ക് നാം വരികയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ നമ്മുടെ മെത്രാന്മാർ സംഘപരിവാറിൻ്റെ, അതായത് അക്രമത്തിൽ വിശ്വസിക്കുന്ന, അക്രമം കൊണ്ട് മാത്രമേ ഹിന്ദു മതത്തിന് ഒരു അഭിമാനം, ഒരു ആത്മധൈര്യം പകരുവാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രതിജ്ഞയെടുത്ത് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ നേതാക്കന്മാരുടെ കാല് പിടിച്ച് കേരളത്തിലെ തിരുമേനിമാർ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ മനസ്സിലും ഇതേ മൂല്യം തന്നെയാണ് എന്നതുകൊണ്ടാണ്. മറ്റവർക്ക് അത് പ്രവർത്തിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ഞങ്ങൾക്കും അത് സാധിക്കുന്നില്ല. എന്നാൽ അവരുടെ കൂടെ ചേർന്ന് നിന്നാലെങ്കിലും, ആനയും ഞാനും കൂടെ കുരങ്ങനെ കൊന്നു എന്ന് അണ്ണാൻ പറയുന്നത് പോലെ, ഒരു അധികാര കസേരയുടെ അടുത്തുനിന്ന് നിൽക്കുന്നത് ഏതോ ഒരു സന്തോഷം നൽകുന്നു, അല്പം ആത്മാവിലിക്കിളി പകരുന്നു എന്ന വിധത്തിലാണ്. അപ്പോൾ നാം യേശു വിഭാവന ചെയ്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് എത്രയോ ദൂരെ മാറിപ്പോയി എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാൻ സാന്ദർഭികമായ ഒരു സൂചന മാത്രം നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് യേശു വിഭാവന ചെയ്ത വാള് ഏതാണ്? അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, 34-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്ന, ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് യേശു ഈ വാള് എന്ന ആ പ്രതീകം, ആ മെറ്റഫർ അല്ലെങ്കിൽ സിമ്പിൾ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം,
യേശു തന്റെ ശിഷ്യന്മാരുമായി ഗത്സമനയ്ക്ക് പോകുമ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എത്ര വാള് കരുതിയിട്ടുണ്ട്? അപ്പോൾ പത്രോസ് പറയുന്നു, ഞാൻ 2 വാള് കരുതിയിട്ടുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, അത് മതി. എന്നാൽ അതേ പത്രോസ് യേശുവിനെ അനീതിപരമായി ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന പടയാളികൾക്കെതിരെ അത് പ്രയോഗിക്കുമ്പോൾ യേശു പറയുന്നു, വാള് ഉറയിലിടൂ, അത് പ്രയോഗിക്കുന്നവൻ അത് വാളാൽ തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇത് വളരെ ചിന്തനീയമായ ഒരവസ്ഥയാണ്. വാള് കയ്യിലുണ്ടോ? ഉണ്ട്, ആ മതി. പ്രയോഗിക്കുമ്പോൾ അരുത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഏതോ അർത്ഥമുണ്ട് എന്നത് വ്യക്തമല്ലേ. ആ വിഷയവും ആ ഒരു ടെക്സ്റ്റും കൂടുതലായി ഞാൻ വിശദീകരിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകും. അത് മറ്റൊരു സമയത്ത് ആയിക്കൊള്ളാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. യേശു ഉദ്ദേശിച്ച വാള് നാം കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിരിക്കുന്നതുമായ വാളല്ല. ഞാനൊരു വാള് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നാം അറിയുന്ന, ലോകം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന, ലോകത്തിൻ്റെ കയ്യിൽ മിന്നിത്തിളങ്ങുന്ന വാളല്ല എന്നത് വളരെ വ്യക്തമാണ്. പിന്നെ ഇതെന്തിൻ്റെ വാളാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നമുക്ക് ആവശ്യമാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കും. ഇത് സ്വയത്യാഗത്തിൻ്റെ വാളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള വാളുകൾ വിഭാവന ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവർക്കെതിരെ, മറ്റുള്ളവരുടെ കഴുത്ത് കണ്ടിക്കാനായിട്ടുള്ള വാൾ, മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കാനുള്ള വാൾ, അത് ലോകത്തിൻ്റെ വാളാണ്. എന്നാൽ ആത്മീയതയിലൊരു വാളുണ്ട്. അതെന്താണ്? എനിക്കെതിരെ പ്രയോഗിക്കുന്ന വാളാണ്. ഞാനെന്ന ഭാവം, എൻ്റെ സ്വാർത്ഥതയുടെ സ്വഭാവം. ഇവിടെ ഞാൻ ഇടപെട്ടാലും ആർക്കെന്ത് നഷ്ടം വന്നാലും എൻ്റെ കാര്യം നടക്കണം എന്ന് മാത്രം ചിന്തിച്ച് എൻ്റെ കാര്യം നടക്കുന്നതിന് വേണ്ടി ഞാൻ ഏത് മാർഗവും അവലംബിക്കും എന്ന മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം. ഈ ഒരു സ്വഭാവത്തെ നമ്മിൽ നിന്ന് അത് നമ്മുടെ മേൽ സ്ഥാപിച്ചിരിക്കുന്ന ആധിപത്യത്തിൻ്റെ കയറ് ഒന്ന് അറുത്ത് കളയാൻ നമുക്കൊരു വാള് ആവശ്യമാണ്. ആ വാളിനെ പറ്റിയാണ് യേശു പറയുന്നത്. പക്ഷെ അത് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇത് അന്യൻ്റെ രക്തം ചിന്തുന്ന വാളായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ആകത്തുകയുടെ വെളിച്ചത്തിൽ നാം ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ഇത് സ്വാർത്ഥതയ്ക്കെതിരെ പോരാടാനുള്ള വാളാണ്. ഇത് എൻ്റെ ദുഷിച്ച നീചമായ പ്രവണതകൾക്കെതിരെ പോരാടാനുള്ള വാളാണ്. ഇത് വചനത്തിൻ്റെ വാളാണ്. അതുപോലെ അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് ആത്മാവിൻ്റെ വാളാണ്. ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ദ വേർഡ് വിച്ച് ഈസ് ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ വചനമാകുന്ന വാൾ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് സ്വയത്തെ ശുദ്ധീകരിക്കുകയും അതിനെ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ദൈവവും നാമവും ഒന്നായിത്തീരുന്ന പരിശുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വലിയ യുദ്ധം തന്നെയാണ്. അത് അത്ര പെട്ടെന്ന് സാധിക്കാവുന്ന കാര്യമല്ല. അത് ബ്രൂട്ടൽ വാർഫെയർ ആണ്. ആ യുദ്ധത്തെ പറ്റിയാണ് സർവായുധവർഗവും ധരിച്ച് നാം യുദ്ധം ചെയ്യണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമായി പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ടെക്സ്റ്റുകൾ തന്നെയാണ്. അവ ഓരോന്നും എടുത്ത് ഈ സമയത്ത് അതിൻ്റെ വിശദാംശം പരിഗണിച്ച് പ്രസ്താവിക്കുവാൻ സമയം അനുവദിക്കുകയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, യേശു പ്രതിനിധാനം ചെയ്യുന്ന വാള് സ്വയശുദ്ധീകരണത്തിൻ്റെ വാളാണ്. എന്തുകൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് ചോദിച്ചാൽ, നാം എന്ന് പറയുമ്പോൾ സ്വയത്തിൻ്റെ സ്വഭാവം എല്ലാം സ്വയത്തിന് കീഴ്പ്പെടുത്തുക, സ്വന്തമാക്കുക, അതിന് സ്വാർത്ഥത എന്ന് പറയും. ഈ സ്വാർത്ഥത അന്ധതയാണ്, അന്ധകാരമാണ്, അടിമത്വമാണ്. സ്വാർത്ഥതയിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവൻ്റെ പരിമിതമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്ത ദൈവഹിതത്തെ തിരിച്ചറിയുവാനോ അതിനെ മാനിക്കുവാനോ സാധ്യമല്ല. യേശു തന്നെ വിധേയപ്പെടുത്തിയത്, ക്രൂശിലെ മരണത്തോളം തന്നെ വിധേയപ്പെടുത്തിയത് തൻ്റെ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിലാണ് എന്ന് നമുക്കറിയാം. സ്വയത്തെ താലോലിച്ച് അതിൻ്റെ പ്രവണതകളെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും
ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയുവാനും അനുസരിപ്പാനും സാധ്യമല്ല എന്നത് വളരെ സ്പഷ്ടമാണ്. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ ആഴത്തിൽ വേരോട്ടം നടത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥ, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി. ജോസഫ് കോൺറാഡ് എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ്റെ ഒരു സൃഷ്ടിയാണ്, ഒരു ചെറിയ നോവലാണ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നത്. അതിനകത്ത് കേർട്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. എന്തിനാണ്? ആഫ്രിക്ക മുഴുവനും വിഴുങ്ങാൻ. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതിന് പല ചരിത്രപരമായ പലവിധമായ ധ്വനികളുണ്ട്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ആ കഥ അവസാനിക്കുമ്പോൾ കേർട്സ് എന്ന് പറയുന്ന ക്യാരക്ടർ മരിക്കുമ്പോൾ അവൻ്റെ വാ പൊളിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? ലോകത്തെ മുഴുവനും വിഴുങ്ങുന്നതിന് വേണ്ടി. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തെ കോൺറാഡ് തൻ്റെതായ ഭാവത്തിൽ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വലിയ വൈകല്യമാണ്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്. അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരു ആത്മീയ ജീവിതം ആരംഭിപ്പാൻ പോലും സാധ്യമല്ല. മാത്രവുമല്ല, അങ്ങനെ സ്വയം കർത്തൃത്വം ചെയ്യുക, സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം അവതരിപ്പിച്ച് എനിക്ക് വേണ്ടി എല്ലാം എന്ന വിധത്തിൽ മാത്രം കരുതുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും നാച്ചുറലായും അക്രമാസക്തനാകും എന്നതിൻ്റെ ആദ്യത്തെ ചിത്രീകരണമാണ് കയീൻ. സ്വന്തം സഹോദരനെ കൊല്ലുവാൻ കാരണമെന്താണ്? അത് സ്വാർത്ഥത കൊണ്ട് മാത്രമാണ്. സഹോദരന് കിട്ടുന്ന അനുഗ്രഹം കൂടെ എനിക്ക് കിട്ടിയാൽ നല്ലതല്ലേ? പല സഹോദരനോട് മറ്റു വെറുപ്പോ പകയോ ഒന്നും ഉണ്ടായിട്ടല്ല. ഇത് സ്വാർത്ഥതയുടെ മൂർച്ച എത്ര വലിയതാണ്, എത്ര ഘോരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ജീവിതം ആരംഭിക്കുന്നത് തന്നെ. എന്ന് മാത്രമല്ല, ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ ഈ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത് പാപം 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 എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രാവർത്തികമായ വശമാണ്. പാപം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത എന്നാണ് അർത്ഥം. കിഴക്കൻ സംസ്കാരങ്ങളിൽ പാപം എന്ന് പറഞ്ഞാൽ ലൈംഗികമെന്നും പാശ്ചാത്യ സംസ്കാരങ്ങളിൽ പാപം എന്ന് പറഞ്ഞാൽ പണമെന്നുമാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ലൈംഗികവും പണവും രണ്ടും മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങളാണ്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഞാനൊരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് എൻ്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് പാപമാണ്. ഞാനൊരു ചുമതല കൈയാളുമ്പോൾ, ചുമതല ഏറ്റെടുക്കുമ്പോൾ അതെനിക്ക് പണം ഉണ്ടാക്കാനോ പ്രശസ്തി നേടാനോ വേണ്ടി മാത്രമാണെങ്കിൽ അത് പാപമാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു സഭയോട് ബന്ധം പുലർത്തുമ്പോൾ അതിന് എൻ്റെ ചില താല്പര്യങ്ങൾ നേടുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ സഭയോടുള്ള എൻ്റെ ബന്ധം പാപപങ്കിലമാണ്. ഞാൻ ഏത് മേഖലയിൽ നിന്നാലും കമന്ന് വീണാലും എനിക്ക് കാപ്പണം വേണം എന്ന് പറയുമ്പോൾ അത് പാപത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. എന്ന് മാത്രവുമല്ല, ഞാനൊരു സ്ഥാനം മോഹിക്കുന്നു. അതെന്തിനാണ്? എനിക്ക് മറ്റുള്ളവരുടെ മേൽ കാര്യവിചാരകത്വം നടത്താൻ, അവരെ എൻ്റെ കാലിൻ്റെ കീഴിലിട്ട് ചവിട്ടാൻ. അത് പാപമാണ്. യേശു അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം. ഈ ലോകത്തിൽ മനുഷ്യർ മറ്റുള്ളവർ ആധിപത്യം ചെലുത്തുവാൻ താല്പര്യപ്പെടുന്നു, നിങ്ങളോ അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞാൽ പല ക്രിസ്ത്യാനികൾക്കും ഇപ്പോൾ വലിയ ജ്വരമുണ്ടാകും. അപ്പോൾ ഇത് വ്യക്തമായി നാം മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പാപം, അതായത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം സ്വയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുമായി ഉള്ള ബന്ധത്തിൽ കാര്യമായ പ്രശ്നമുണ്ടാകുന്നു. ഇതേ പ്രശ്നം രാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ വരുമ്പോൾ ആ രാജ്യം എപ്പോഴും യുദ്ധത്തിന് മാത്രം നിൽക്കുന്നു. വ്യക്തികളുടെ ഉള്ളിൽ പാപം ക്രിയ ചെയ്യുമ്പോൾ അത് വ്യക്തിപരമായ സംഘർഷമായും രാജ്യങ്ങളുടെ മനസാക്ഷിയിൽ പാപം കുടിയിരിക്കുമ്പോൾ അത് അന്താരാഷ്ട്രീയ പ്രശ്നമായും തീരുന്നു. ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് പൊളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. ഒരു വാളിൻ്റെ ആവശ്യമുണ്ട്. നാം ഇപ്പോൾ കാണുകയും പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുന്ന മിന്നുന്ന വാളിൻ്റെ കാര്യമല്ല, വേറൊരു വാളുണ്ട്. മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായത് ആ വാളാണ്. അതെന്താണ്? സ്വയം ശുദ്ധീകരണത്തിൻ്റെ. സ്വാർത്ഥത എന്ന് പറയുന്ന ശാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കാൻ ഞാൻ ഉപയോഗിക്കേണ്ട, എനിക്കെതിരെ പ്രയോഗിക്കേണ്ട വാള്, ആ വാള് നാം പ്രാപിക്കേണ്ടത് വചനത്തിൽ കൂടെയാണ്. അത് ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ വാള് അവിടെ നിന്നാണ് നാം പ്രാപിക്കേണ്ടതെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എട്ടും പൊട്ടും
മനസ്സിലാക്കാനുള്ള ആത്മീയമായ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് സംഘപരിവാർ സാഹിത്യകാരന്മാർ ക്രിസ്ത്യാനികളെല്ലാം അപകടകാരികളാണ്, അവർ വാളും കൊണ്ട് നടക്കുന്നവരാണ്. കാരണം ഓരോരുത്തരുടെ കയ്യിലും യേശു തന്നെ ഒരു വാള് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ പഠിപ്പീരുമായ സഭയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്ന് സംഘപരിവാർ അറിയണമെന്ന് യാതൊരു നിയമവുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ ഭാരതത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്കാകമാനം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഈ തെറ്റിദ്ധാരണയെ തിരുത്തുവാൻ നമുക്ക് കടമയുണ്ട്. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 2 വാക്ക് പറഞ്ഞത് കൊണ്ട് തിരുത്തപ്പെടുകയില്ല. പിന്നെയോ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആകമാനമായ ഇമേജ്, സ്പിരിച്വൽ ഇമേജ്, അത് മെച്ചപ്പെടാതെ ഇങ്ങനെയുള്ള ധാരണകൾ തെറ്റിദ്ധാരണകളാണ് എന്ന ആ വിശ്വാസത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് നിന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുവാൻ സാധ്യമല്ല എന്ന സമയത്ത് സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന് ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് സംഘടിതമായ സാഹചര്യങ്ങളിൽ ഇന്നും സഭയുടെ താല്പര്യത്തിന് വേണ്ടി ഏത് വഴിയും ഏത് അക്രമത്തിൻ്റെ വഴിയും ഉപയോഗിക്കുന്നത് നല്ലതാണ്, അത് ഭക്തിയാണ്, അത് കടമയാണ് എന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഒരു നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും. ഈ 2 സഭകളും വാളെടുക്കരുത്, വാളെടുക്കുന്നവൻ വാളാൽ വീണു പോകും എന്ന പഠിപ്പീരും ഒരു പുതിയ വാള് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, അത് നിങ്ങളുടെ അത്യാർത്ഥിക്കും അതിമോഹത്തിനുമെതിരെ പ്രയോഗിക്കേണ്ട, നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കെതിരെ പ്രയോഗിക്കേണ്ട വാളാണ്. നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരുന്നതിന് വേണ്ടി ശുദ്ധി പ്രാപിക്കുവാൻ നിങ്ങൾക്ക് നൽകപ്പെടുന്ന വാളാണ് എന്ന ഈ ഒരു ആത്മീയ ഉത്ബോധനം ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ ലജ്ജിച്ച് തല താഴ്ത്തി പോകുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് വളരെ മാറുവരിച്ച് തന്നെ ഈ അക്രമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വലിയ ഒരു അടിത്തറ പറഞ്ഞു പോയ ഈ ഒരു അവസ്ഥയിൽ യേശുവിൻ്റെ ദർശനത്തോട് താതാത്മ്യം പ്രാപിപ്പാൻ നമുക്ക് ഇടയാകത്തക്കവണ്ണം നിലപാടുകൾ സ്വീകരിപ്പാൻ നമുക്ക് ഏവർക്കും കടമയുണ്ട്. യേശുവിൻ്റെ പല പഠിപ്പീരുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ചിലതൊക്കെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രപരമായ ചില കാര്യങ്ങൾ പറഞ്ഞത്. ആദിമസഭ വാളെടുക്കുന്നത് ഒരു വിധത്തിലും ക്രിസ്തീയ മാർഗത്തിന് അനുയോജ്യമല്ല എന്ന് തികച്ചും തിരിച്ചറിഞ്ഞതിന് ശേഷം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തോട് സമരസപ്പെട്ട സഭ വാളെടുക്കുന്നത് നല്ലതാണ്, ചില സാഹചര്യങ്ങളിൽ നല്ലതാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വാളെടുക്കുന്നത് നല്ലതാണ് എന്ന് യേശുവിൻ്റെ പഠിപ്പീരിനെ തിരുത്തി എഴുതാൻ കാരണം സഭയുടെ സ്വഭാവം എപ്പോഴും അതായിരിക്കുന്ന കാലഘട്ടം, അതായിരിക്കുന്ന സാഹചര്യം, അതിൽ നിൽക്കുന്ന രാഷ്ട്രീയം, അതിനോട് സമരസപ്പെട്ട് അതിനോടൊന്നായി ചേർന്നുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുകളെ തിരുത്തി എഴുതുകയും അതിൻ്റെ തലയും പാലും മുറിച്ചു കളഞ്ഞ് സൗകര്യമനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഈ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും നാം അത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശ്വാസ സമൂഹം കൂടുതൽ ജാഗരൂകരായിരിക്കണം എന്ന് വളരെ വിനീതമായി ഏവരോടും അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.